ഡോക്ടർ പറയണത് പറയുന്നതോ പറയിപ്പിക്കുന്നതോ? പോയി വാടിയിരിക്കും. അല്ല സാറപ്പോ വന്നു. സാറിന്റെ കാരണവർക്ക് ഒരല്പം കൂടുതൽ വാവടുത്തിട്ടുണ്ട്. ഓ ഇന്നലെ എന്തോ ബഹളമായിരുന്നു. ഡോക്ടർ സാറിന് നേരെ ചാടി. അദ്ദേഹം സെല്ലിലടക്കാൻ പറഞ്ഞതാ. കുറേശ്ശെ അക്രമ സ്വഭാവം. കർത്താവേ ഓരോ കളി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടാവുകയില്ല. അതായത് എണ്ണത്തിന്റെ സ്വഭാവം. സാറൊന്നും വിചാരിക്കരുതേ. ആ നടക്ക. ഓ ഞാൻ പുഷ്പത്തെ കാര്യം ഒന്നും ചോദിച്ചില്ല. കുട്ടിച്ചരിക്കും കണ്ടില്ലേ, ഒക്കെ മറന്നു. ഒക്കെ ഒരു മറയാ. എപ്പോഴാ താളം തെറ്റുന്നെന്ന് അറിയത്തില്ല. ആ നടക്കിങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട്. നീലാണ്ടാ ഇത്രയും വേണോ? വേണം, നടക്ക. ചക്കരല്ലേ? അയ്യോടാ. വാട്ട് ദി ഹെൽ? ഇതെന്താ നഴ്സറി? വാർഡിന് പുറത്തിറങ്ങി നടക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ തുടങ്ങിയ നിങ്ങളെ സെല്ലിലിട്ട് പൂട്ടേണ്ടി വരും. ഡർട്ടി ക്രീച്ചേഴ്സ്. നഴ്സ്, ഇതിനെ കൊണ്ടുപോകാൻ പറയും. ബിന്ദു, കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകാം. ഇയാളെ എനിക്ക് ഭ്രാന്തുണ്ടാക്കിയത്. എനിക്ക് ഭ്രാന്തുണ്ടോന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാളാ. ദുഷ്ടൻ. കഴിക്കേ.
ഘോഷയാത്രയും ഇവിടെ നിർത്തിയിരിക്കണം. സല്യൂട്ട് സല്യൂട്ട്. ഏതായി കുട്ടി ഇതിന് ഷോക്ക് കൊടുത്തോ? ആ ഘോഷയാത്ര പോട്ടെ 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 പോട്ടെ. See, I am helpless. സത്യത്തിൽ കുട്ടിക്ക് രോഗമില്ല. രോഗം മാറിയതായി ഡോക്ടർ ചന്ദ്രൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യാൻ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ കേസ് ഷീറ്റിൽ എഴുതി. ഇനി മരുന്നൊന്നും വേണ്ട, വീട്ടിൽ പോവാം. എനിക്കറിയാം സാർ. മുമ്പേ വേറൊരു ഡോക്ടർ എനിക്ക് ഭ്രാന്താണെന്ന് സർട്ടിഫൈ ചെയ്തു, എന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് എന്റെ ഹസ്ബൻഡിനായിരുന്നു ആവശ്യം. ഇപ്പൊ എനിക്ക് ഭ്രാന്തിലെന്ന് സർട്ടിഫൈ ചെയ്തു. ഇപ്പൊ ആവശ്യം ആർക്കാ? എനിക്കറിയാം, എന്നെ പെരുവഴിയിലാക്കണം. ആർക്കാ ആവശ്യമെന്ന് എനിക്കറിയാം. കുട്ടി, ഞാൻ എന്ത് ചെയ്യും? രോഗമില്ലാത്ത ഒരാളെ ഈ ആശുപത്രിയിൽ തുടർന്ന് എങ്ങനെ താമസിപ്പിക്കും? അതും എൻ്റെ പേരിൽ ആക്ഷൻ വരും. വേണ്ട സർ, വേണ്ട. ഞാൻ പോവാം. പക്ഷെ എനിക്ക് വീടില്ല, ആരുമില്ല. ഉണ്ടായിരുന്നത് ഈ ഭ്രാന്താശുപത്രി മാത്രം. ഇപ്പൊ ഈശ്വരന്മാരെ അനുഗ്രഹിക്കും. ഒരൊറ്റ വേദന മാത്രം. മാനസിക ഒരിത്തിരി ദിവസങ്ങളിൽ സന്തോഷിച്ചു.